ഇത് എൻ്റെ നാട്ടിലാട്ടോ. അതായത് പറവണ്ണ പുത്തങ്ങാടി മൊഹീദ്ദീൻ ജുമാ മസ്ജിദിൽ വളരെ നിർണായകമായൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. മഹല്ല് ജുമാ മസ്ജിദിൽ മഹല്ലിലെ യുവാക്കളെയും കുട്ടികളെയും കാരണവന്മാരെയുമൊക്കെ വിളിച്ചു വരുത്തി നമ്മുടെ വളർന്നു വരുന്ന യുവസമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ പോരാടുമെന്നും നാടിനെ എന്ത് വില കൊടുത്തും ആ ലഹരി എന്ന മഹാദുരന്തത്തിൽ നിന്ന് മുക്തമാക്കുമെന്നും ഉറച്ച പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ആ മഹല്ല് നിവാസികൾ. വിശുദ്ധ ഇസ്ലാമും ഗവൺമെന്റും എല്ലാ മതങ്ങളും എല്ലാ കുടുംബങ്ങളും നിരോധിക്കുകയും വെറുപ്പാക്കുകയും ചെയ്ത ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ മുക്തമാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. മാത്രമല്ല, ഇത്തരം ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടാൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഒറ്റക്കെട്ടായി അവർ ഉച്ചത്തിൽ പറഞ്ഞു. ലഹരി ഉപയോഗിക്കുകയോ അത് കിട്ടാനുള്ള സഹായം തേടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കോ മഹല്ല് ഖാദിക്കോ വിവരം നൽകുന്നതാണെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. നാടിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും മുന്നിൽ നിൽക്കേണ്ട ആരോഗ്യവാന്മാരായ യുവസമൂഹത്തെ ലഹരി എന്ന മഹാവിപത്തിലേക്ക് തള്ളിയിട്ട് സമൂഹത്തിൻ്റെയും നാടിൻ്റെയും വീടിൻ്റെയും അകത്തളവും പരിസരവും വൃത്തിഹീനമാക്കുന്ന ഇത്തരക്കാരെ നിലക്ക് നിർത്താൻ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉറച്ച തീരുമാനമെടുത്ത പുത്തങ്ങാടി മഹല്ല് കമ്മിറ്റി മാതൃകാപരമാണ്. പുത്തങ്ങാടി മഹല്ല് പ്രസിഡന്റ് കുട്ടാത്ത് ശിഹാബിൻ്റെയും ജനറൽ സെക്രട്ടറി നാസറിൻ്റെയും ട്രഷറർ PP അബ്ദുൽ ഖാദറിൻ്റെയും നേതൃത്വത്തിൽ രൂപപ്പെട്ട സംഗമത്തിൽ മഹല്ല് ഖത്തീബ് ഫൈസൽ വാക്കവിയാണ് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകിയത്. മറ്റു ഭാരവാഹികളും യുവാക്കളും പങ്കെടുത്ത സദസ്സ് നാട്ടുകാർക്ക് വേറിട്ട അനുഭവമായി.